നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പലർക്കും പരിചിതമായൊരു മുഖമാണ് രാധിക അശോക്. പിന്നണി ഗായികയാണ്. നിരവധി ആൽബം സോങ്ങുകളിൽ പാടിയിട്ടുണ്ട്. ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം. നമസ്കാരം. നല്ലൊരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അതെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് അവിടെ ഒരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിനിടയ്ക്ക് നമ്മുടെ കുട്ടപ്പൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. സിജെ കുട്ടപ്പൻ ചേട്ടനും കൈതപ്രം സാറും ഒക്കെ ഉള്ള ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിൽ ഒരു നാടൻ പാട്ടിൻ്റെതായ ഒരു പശ്ചാത്തലത്തിലാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ കൈതപ്രം സാറുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ട് കാറിലിരുന്ന് സംസാരിച്ചതാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിന്നാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പാട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പാലക്കാട്ടെ ആ ഒരു പട്ടാമ്പി പോലെ ഒരു നല്ലൊരു ഗ്രാമത്തിലെ, വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലെ ആ ഒരു ജീവിതം, ഭാരതപ്പുഴയുടെ അലകൾ തള്ളി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും പട്ടാമ്പി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആ ഒരു പാലവും ഒക്കെ. എന്തൊക്കെയാണ് അവിടുത്തെ ആ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകൾ? ഓർമ്മകൾ ഒരുപാടുണ്ട്, പറയുകയാണെങ്കിൽ തീരില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പുഴയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. പുഴയും പിന്നെ കുന്നുകളും, നല്ലൊരു ഗ്രാമപ്രദേശമാണ്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ കഥയും കവിതയും പാട്ടൊക്കെ ഒഴുകി വന്നോളും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ലൈഫാണ് എല്ലാവരുടെയും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, വളരെ ലളിതമായി ജീവിക്കുന്നവരാണ് ഇപ്പോഴും. എൻ്റെ തന്നെ കർഷക കുടുംബമാണ് എല്ലാവരും. അച്ഛൻ, വലിയച്ഛന്മാർ എല്ലാവരും ഇപ്പോഴും കർഷകരാണ്. ഞാനത് കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് തീർച്ചയായിട്ടും. അതെ. നമ്മുടെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു, കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് നല്ലൊരു അഭിരുചി ഉണ്ടായിരുന്നു. ചെറുതിലെ തന്നെ പാട്ടുകൾ പാടുക, ആകാശവാണിയിലൊക്കെ പോയി പാടിയിട്ടുണ്ട്. അപ്പം ആ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു സംഗീതത്തിന്റെ ആ ഒരു, ഇപ്പം പറഞ്ഞു കർഷക കുടുംബമായിരുന്നു എന്ന് പറഞ്ഞു, ആ സംഗീതം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് അമ്മയ്ക്കായിരുന്നു താല്പര്യം സംഗീതത്തിൽ. അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോഴേ ഒരു ടേസ്റ്റ് തിരിച്ചറിഞ്ഞു അമ്മ. അന്നൊക്കെ നമ്മൾ ആകാശവാണിയിലെ പാട്ടുകളാണല്ലോ കേട്ട് വളർന്നിട്ടുള്ള. രാവിലെ ഈ ആകാശവാണിയിലെ പാട്ടുകൾ വയ്ക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പാടി അങ്ങനെ കേട്ടിട്ടായിരിക്കാം സംഗീതത്തിലൊരു അഭിരുചിയും കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു അമ്മ. പിന്നീട് നല്ലൊരു മ്യൂസിക് ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു. അങ്ങനെയൊക്കെ അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു കുടുംബത്തിൽ നിന്ന്. അവരെന്നെ പഠിപ്പിച്ചു തന്നിരുന്നു പാട്ടുകളൊക്കെ. റേഡിയോ കൂടെ ജാനകി അമ്മയുടെ ഒക്കെ പാട്ടുകൾ കേട്ടാണ് വളർന്നത്. നമ്മുടെ ചിത്ര ചേച്ചി ഉണ്ട്. ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അങ്ങനെ കേൾക്കാനിടയായ സാഹചര്യം എന്താണ്? ആ ശബ്ദം ജാനകി അമ്മയുടെ ശബ്ദത്തോട് ചെറുതായിട്ടൊരു സാമ്യമുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു. ഗാനമേളകളിലൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. നാട്ടിലെ ട്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു ഒരു ട്രൂപ്പിൽ. അപ്പോൾ അവരെന്നെ നമുക്ക് തരിക ജാനകി അമ്മയുടെ സോങ്സ് ആയിരുന്നു അന്ന്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നല്ല സജീവമാണ്. ജാനകി അമ്മയുടെ സൗണ്ട് വോയിസ് പോലെ തന്നെ ഉണ്ടെന്ന് ജാനകി അമ്മയുടെ സോങ്സ് പാടുമ്പോൾ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. അതെ, ലൈവുകളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട് ഇപ്പോഴും. എനിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ജാനകി അമ്മ പാടിയ പാട്ടുകളിൽ നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട്, നിരവധി പാട്ടുകൾ, എല്ലാം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന പാട്ടുകൾ തന്നെയാണ് ജാനകി അമ്മ പാടിയിട്ടുള്ളത്. എങ്കിലും രാധികയെ സമയത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് ജാനകി അമ്മയുടെ? തേനും വയമ്പും. ഒരു ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കണ്ടുപോയി. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. വളരെ മനോഹരമായിട്ടുണ്ട്. അതാ നമ്മൾ ആ ഒന്നാമത് ആ സംഗീതത്തിന്റെ ഒരു വശ്യത, സംഗീതം. അതെ അതെ അതെ, ഭയങ്കരമായി നമ്മളത് ആ പാട്ടിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകം. എനിക്ക് ഒരുപാട് ആരാധനയാണ്. നമ്മള് ശരിക്കും നമ്മൾ സംഗീതത്തെ ഇഷ്ടപ്പെടുക, സംഗീതത്തെ ആസ്വദിക്കുക, സംഗീതത്തെ നമ്മൾ ഉപാസിക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാർ, ഞങ്ങളൊക്കെ സംഗീതത്തെ ഇഷ്ടപ്പെടുകയും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുക മാത്രമാണ്. നിങ്ങളൊക്കെയാണ് അതിൽ ഉപാസിക്കുന്ന. ഉപാസന തന്നെയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും പറയണം നമ്മൾ പഠിക്കാന്നല്ല, അതിന് ഉപാസിക്കുക, സംഗീതത്തെ മനസ്സിൽ ഏറ്റി നടക്കുക തന്നെ പറയും. ഉള്ളിലും ഉറക്കത്തിലും ഒക്കെ സംഗീതം തന്നെ. പക്ഷെ അപ്പം രാധികയുടെ ലൈഫിൽ ലളിതഗാനങ്ങൾ നമുക്ക് അന്ന് റേഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആരുടെ പാട്ടുകളാണ്? ലളിതഗാനങ്ങൾ
അരൂർ പി കെ മനോഹര സാറായിരുന്നു അന്നൊരു ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം കുറേ ഗാനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ന് ബാലഗായക സംഘത്തിലൊരു അംഗമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയാണ് അന്ന് ആകാശവാണിക്ക് ഈ ബാലഗായക സംഘം ഒരു കുറേ ജില്ലയിൽ നിന്ന് കുറേ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ച് 11 പേരെ സെലക്ട് ചെയ്യും. അതിലൊരാളായിരുന്നു, പാലക്കാട് ജില്ലയിലുള്ള ഒരാളായിരുന്നു. 2 ആൾക്കാരുണ്ടായിരുന്നു. ദിവ്യ എന്നിട്ട് വേറെ കുട്ടി, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ 2 പേരായിരുന്നു പാലക്കാട് ജില്ല. അപ്പോൾ അരൂർ പി കെ മനോഹര സാർ അതുപോലെ തോമസ് സാറൊക്കെ ആയിരുന്നു അന്ന് കൂടുതലായിട്ടും ഗുരുക്കന്മാരായിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ ലളിതഗാനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഓണപരിപാടികൾ ഉണ്ടാവും അന്ന്. അതിലൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. ആകാശവാണിയൊക്കെ നേരിട്ട് കാണുക, സ്റ്റുഡിയോ കാണുക അന്നത്തെ കാലത്ത് വലിയൊരു സംഭവമാണല്ലോ. അതെ, ആ ഒരു കാലഘട്ടത്തിൽ അത് മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഒരു ശ്രോതാവെന്നാണ് പറയുന്നത്. അതെ അതെ അല്ലേ, നമ്മളൊന്ന് കേൾപ്പിച്ചു തരാൻ അവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കുറെ പാട്ടുകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലളിതഗാനം ഏതാണ്? എനിക്ക് തപസ്യ എന്ന് പറഞ്ഞിട്ട് ചിത്ര ചേച്ചിയുടെ ഒരു ഗാനം, തപസ്യയില എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ വേണുചേട്ടൻ്റെ ഒക്കെ പാട്ടുകൾ ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ തപസ്യയിലാണ് ഞാൻ കൂടുതൽ പാടിയിരുന്ന യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കുറേ പ്രൈസൊക്കെ നേടിയിട്ടുണ്ട്. മോഹനരാഗതരംഗം പാടാം. മോഹനരാഗതരംഗം മതിമോഹനം മാനസം തഴുകി വർണ്ണങ്ങളായി വസന്തം സ്വരവന്ദനാലാപനമായി മോഹനരാഗതരംഗം മതിമോഹനം മാനസം തഴുകി. അളക്കാൻ ഞാനാരുമല്ല എങ്കിൽ പോലും. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് ഈ പറയുന്ന പോലെ ആകാശവാണിയിലൊക്കെ നിരവധി തവണ പോയിട്ടുണ്ട്. പക്ഷേ അമ്മയായിരുന്നു അന്ന് രാധികയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി നിന്നിട്ടുള്ളത്. അതെ അതെ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഏത് പരിപാടി പേപ്പറിൽ കണ്ടാലും അതൊക്കെ ഓഡീഷന് കൊണ്ടുപോകും. അന്ന് രാമായണ പാരായണത്തിൻ്റെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രാമായണം ഒന്നും വായിച്ചൊന്ന് പഠിച്ചത് അത്രയും ചെറിയ കുട്ടി, 5ാം ക്ലാസ്സിലാണ് അന്ന് പഠിക്കുന്നത്. എന്നാലും അതൊരു ചലഞ്ചാക്കിയെടുത്ത് അഖില കേരള എഴുത്തച്ഛ സമാജത്തിലായിരുന്നു അന്ന് ആ പരിപാടി. ചലഞ്ചായി ഏറ്റെടുത്ത് അമ്മ തന്നെ ഒരു രാമായണത്തിലൊരു ഭാഗം പഠിപ്പിച്ച് തന്ന് എന്നെ കൊണ്ടുപോയി പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അന്ന് ചെറിയ മത്സരാർത്ഥിയായിരുന്നു, ഞാനായിരുന്നു അതിൽ ഏറ്റവും ചെറുത്. പക്ഷെ അന്ന് ഫസ്റ്റ് കിട്ടി. എങ്ങനെ കാണാതെ പഠിച്ചിട്ടാണ് അത് അവതരിപ്പിച്ചതെങ്കിൽ പോലും അന്ന് ഫസ്റ്റ് കിട്ടി. അറിയില്ലായിരുന്നു വായിക്കാനൊന്നും. എന്നാലും അമ്മയ്ക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു അവസരം, നല്ലൊരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഇതന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും ഓർക്കാനുള്ളത്. അപ്പോൾ പഠിത്തത്തിൽ എന്നെ ടീച്ചറാണെങ്കിൽ പോലും പഠിത്തത്തിൽ അത്ര നിർബന്ധിച്ചില്ലായിരുന്നെങ്കിലും പാട്ട് പാടണം, അത് നിർബന്ധമായിരുന്നു. രാവിലെ എണീറ്റ് സാധകം ചെയ്യണം. ചെറുപ്പത്തിലെ എന്നെ കൊണ്ടുപോയി ചേർത്ത് എല്ലാ പരിപാടിക്കും കൊണ്ടുപോകും. അത് വലിയൊരു ഡ്രീമായിരുന്നു അമ്മയുടെ. അപ്പം അമ്മയുടെ ആ ഒരു ഡ്രീം ഞാനും അത് ഉൾക്കൊണ്ടു, എൻ്റെയും കൂടി ഒരു ഡ്രീമാക്കി അങ്ങനെ ഏറ്റെടുക്കുമായിരുന്നു ഞാൻ. പൂവണിഞ്ഞു, അതിപ്പോഴാണ് പൂവണിഞ്ഞത് മാത്രം. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു കാലത്ത്. അമ്മയെ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മയുടെ മരണശേഷം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് സാധിച്ചില്ല. ഇപ്പോഴാണ് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത്. പിന്നണി ഗാന രംഗത്തേക്ക് വരുമ്പോൾ ആ സ്വപ്നത്തിന് കുറച്ച് മാധുര്യം കൂടുതലാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ സ്വപ്നം കണ്ടതല്ല കിട്ടിയത്, അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് നമുക്ക് കിട്ടിയതെന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ തന്നെ കണ്ടിരുന്നു. ഞാൻ പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നു. പക്ഷെ ആ വരുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടതിനും അപ്പുറത്തേക്കൊന്നും കിട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ? അത് സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ അപ്പുറത്തായിരുന്നു. ഒരുപാട് ആദ്യം തന്നെ പാടിയത് ഞാൻ ഹരിജിയുടെ കൂടെയായിരുന്നു. അത് ശരിയാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു വലിയൊരു ഗായകൻ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിക്ക് പോലും അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ ഒരു ചെറിയ ഭയമുണ്ട് ഉള്ളിൽ. അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ആ ഒരു ഭയം ആ ഒരു സമയത്തുണ്ടായില്ല. ഞാൻ പോകുന്നതിന് മുന്നേ സ്റ്റുഡിയോയിൽ സാറിൻ്റെ വസതിയിൽ വെച്ചിട്ടുള്ള ആയിരുന്നു റെക്കോർഡിംഗ് ഒക്കെ. സാറിൻ്റെ വസതിയിൽ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട് സാർക്ക്, അതിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബോംബെക്ക് കയറി മ്യൂസിക് ഡയറക്ടറും ആ ടീമും മൊത്തം, ഞാനും ഫാമിലിയൊക്കെ. അപ്പോൾ ചെല്ലുന്നത് വരെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ട ഉടനെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയാം. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ നമ്മളോട് സംസാരിക്കുന്നു, നമ്മളെ സ്വീകരിക്കുന്നു, നമ്മൾ ആരുമല്ല. അപ്പോൾ പിന്നെ ആ ഭയം അങ്ങോട്ട് പോയി. എന്നാലും ഉണ്ട് കേട്ടോ ഭയം. കാരണം നമ്മൾ ഇത്രയുള്ള സാറ് എത്രയോ വലിയൊരാൾ. അത് ഇപ്പോഴും എനിക്ക് സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഞാൻ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഓർമ്മയുണ്ട് ഹസ്ബൻഡിനോട് എന്നെ ഒന്ന് നുള്ളിക്കത് യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഹരിഹര സാറ്.
സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയ വലിയൊരു ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇതേപോലെ ഇങ്ങനെ പാട്ടുകൾ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു SSR എന്നിട്ട് അതിൽ അഡ്മിൻ അങ്ങനെ ഷെയർ ചെയ്തതാണ് ഇങ്ങനെ എൻ്റെ പാട്ട്. ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാനത്തെ മാരിക്കുറുമ്പേ വാണിയമ്മ പാടിയ മനോഹരമായിട്ടുള്ളൊരു ഗാനം ഞാനന്ന് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ട് സ്റ്റിൽ ജോ സാറ് കണ്ടു, ഈ പടത്തിലെ മ്യൂസിക് ഡയറക്ടർ. അപ്പം അങ്ങനെ വിളിച്ചാണ്. നാടൻ പാട്ടിന് പറ്റിയൊരു അധികം പാട്ടൊന്നും പഠിക്കാത്തവരുടെ ഒരു വോയിസാണ് സാറിന് നിർബന്ധം. ഞാനാണെങ്കിൽ കുറച്ച് കാലമായിട്ട് പാട്ടൊന്നും ഗ്യാപ്പ് ഇട്ടിരുന്നു. അമ്മയുടെ മനഃശേഷം പാട്ടൊന്നും ഇല്ല, സംഗീതം കംപ്ലീറ്റ് നിർത്തിയൊരവസ്ഥയായിരുന്നു. അപ്പോൾ സാറ് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ വിളിച്ചു ഓഡീഷന് വരണം എന്ന് പറഞ്ഞു. നാട്ടിൽ നമ്മുടെ റഫ് വോയിസ് കേൾക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വോയിസ് സാറിന് ഇഷ്ടപ്പെടണം, ഹരിഹര സാറിനും കൂടി ഇഷ്ടപ്പെടണം, കൂടെ പാടേണ്ട ആളല്ലേ. അങ്ങനെ സാറിന് അയച്ചു കൊടുത്തു, സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് ഓഡീഷനൊക്കെ കഴിഞ്ഞ് സെലക്ട് ചെയ്യായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ആ ലീവിന്, കഴിഞ്ഞ വർഷം ലീവിന് വന്ന് എല്ലാം റെഡിയാക്കി പാടി. അതെ അതെ അതിരുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അതെ 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 അതിരുകൾ ഭേദിച്ച് തന്നെയാണ്. അത് വളരെ മനോഹരമായി. ഞാനൊരു ആൽബം സോങ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത്രയ്ക്ക് എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, അതെങ്കിലും നിറവേറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ കിട്ടിയത് സിനിമയിലാണ്. പിന്നണി ഗായികയായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗായകനൊപ്പമാകുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഗായകൻ എന്നല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് വിശേഷിപ്പിക്കേണ്ട ഒരു വ്യക്തി, ദൈവം തൊട്ടറിഞ്ഞ വ്യക്തിത്വം എന്ന് പറയാം. അത് എളിമയുടെ കാര്യമാണ്, സംഗീതമാണ്. എനിക്ക് നേരിട്ട് സാറിന്റെ വേറൊരു റെക്കോർഡിംഗ് കൂടി കേൾപ്പിച്ചു തന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ വേറൊരു റെക്കോർഡിംഗ് ആണ് അവിടെ. അപ്പം സാറിനെ കാണാൻ ചെല്ലുന്നവരിങ്ങനെ പുഷ്പങ്ങളൊക്കെ ആയിട്ട് സാറിന്റെ കാല് തൊട്ട് വന്ദിച്ചിട്ടൊക്കെയാണ്. അത്രയും നമുക്ക് കാണുമ്പോൾ വലിയ അതിശയമാണ്. സാറിന്റെ കൂടെ ഒരു ദിവസം ഫുള്ള് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു, വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. വലിയ ഭാഗ്യം. അല്ല, പക്ഷെ അതൊക്കെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യണം. എനിക്ക് സാധിക്കില്ല എന്ന് തോന്നിയിരുന്നു. പക്ഷെ അവിടെ സൗണ്ട് എഞ്ചിനീയർ ഒരു മലയാളിയായിരുന്നു. അപ്പൊ അദ്ദേഹം വഴിയാണ് എല്ലാം. അവരായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നീട് വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ ബർത്ത്ഡേയുടെ അന്ന് വിഷസ് നേരിട്ടില്ല, പക്ഷെ PA വഴി അറിയിക്കാറുണ്ട്. അപ്പൊ താങ്ക്സ് ഒക്കെ വോയിസ് വഴി അപ്പൊ PA അറിയിക്കാറുണ്ട്. വലിയ ഭാഗ്യം തന്നെയാണ്. അതെ അതെ. അമ്മയായിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ പിന്നെ രാധികയുടെ ഒരു വളർച്ചയ്ക്ക് എല്ലാം പിന്നിൽ അമ്മ പ്രവർത്തിച്ചു. അമ്മ നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് അമ്മ വിട്ടുപോകും. അതിനുശേഷം പിന്നീട് ഒരു ഭാഗ്യമായി വന്ന അശോകാണ്. അതെ അതെ. കാരണം നമുക്കൊരു കല മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സപ്പോർട്ട്, ഒരാൾ മതി സപ്പോർട്ടിന്. ശരിക്കും പറഞ്ഞാൽ അവർ ഉയർത്തിക്കൊണ്ടുപോകാൻ സപ്പോർട്ടിന് വേണ്ടി ഒരാളുണ്ടെങ്കിൽ നമ്മളെത്തും, അത് നിശ്ചയം തന്നെയാണ്. അതിന് എൻ്റെ ഹസ്ബൻഡാണ് പിന്നീട് കാരണമായത്. ഹസ്ബൻഡ് കലയെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടി മക്കളായി ജോലി അത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കുറ്റബോധം എവിടുന്നോ തോന്നി. ഇത്രയും കഴിവുള്ള ഒരാളല്ലേ, അപ്പം എങ്ങനെയും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് തന്നെയാണ് എന്നെ കൊണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മറന്നിരുന്നു, പാട്ട് പഠനം നിർത്തി. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കുറച്ചു കാലം ജീവിതം, അതായത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് പോയിട്ടുണ്ട് പലപ്പോഴും ഞാൻ. അമ്മ നമ്മളുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതെയാവുന്നു. നമുക്കെല്ലാ സ്വപ്നങ്ങളും തന്ന് നമ്മളുടെ പിന്നാലെ കൈപിടിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, ആ വേദന പിന്നീട് പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും ഞാൻ താലോലിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈ സ്വപ്നത്തെ. അത് ഹസ്ബൻഡ് വഴിയാണ് എനിക്ക് പ്രാപ്തിയായതെന്ന് പറയാം. അത് ഭയങ്കര സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുന്ന സമയത്തും ഇനിയിപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടും അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു താല്പര്യം, സംഗീതത്തോട്, കലയോട്, അദ്ദേഹം നല്ലൊരു സഹൃദയൻ കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും പറയട്ടെ, പരിചയപ്പെട്ടവരൊക്കെ പറയാറുണ്ട്. നമുക്ക് വേണ്ടി ഏതറ്റം വരെയും സാക്രിഫൈസ് ചെയ്യും. അതിപ്പോൾ ലീവ് കിട്ടിയില്ലെങ്കിലും ടിക്കറ്റൊക്കെ എടുത്ത് അവിടുന്ന് വന്ന് റെക്കോർഡിങ്ങിന്, ഇപ്പോൾ ആൽബം ആണെങ്കിൽ പോലും ചെറിയൊരു കാര്യമാണെങ്കിലും അത് അവസരമാണ്, നമ്മളത് തട്ടിക്കളയരുത്. നമ്മളവിടെ വന്നേ പറ്റൂ എന്ന് എനിക്ക് ഉപദേശങ്ങൾ, എൻ്റെ വലിയൊരു അഡ്വൈസറും കൂടിയാണ്, എൻ്റെ റോൾ മോഡലാണ്. ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും തരാറുള്ളത് പുള്ളിയാണ്. അതൊരു വലിയ ഭാഗ്യം തന്നെ, ഭാഗ്യം എല്ലാവർക്കും കിട്ടാത്തതാണ്. അതെ, പ്രത്യേകിച്ചും വിവാഹശേഷം കലയെ ഒരുപാട് പേര് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് വീട്ടിൽ. എൻ്റെ തന്നെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഡാൻസേഴ്സും പാട്ടുകാരൊക്കെ. അവരൊക്കെ എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഹസ്ബൻഡ് സപ്പോർട്ട് വലിയൊരു കാര്യമാണ്. അതെ, കാര്യം പലരും ഈ നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ തന്നെ പല താരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയ, ഒരു പക്ഷേ ഒരു വലിയ തലത്തിലേക്ക് എമർജി ചെയ്ത് വരാൻ കഴിവുള്ള പല താരങ്ങളെയും നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു പോയത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.